അല്ലേ അമ്മോ എന്റെ കൊച്ചു പഠിക്കുമായിരുന്നോ? ഞാൻ വിചാരിച്ച തള്ളു മാത്രമേ ഉള്ളന്ന്. അപ്പച്ചി ട്രോളാൻ വന്നെയാണോ? അല്ലടാ, ഞാൻ ആക്ച്വലി നിന്നോടൊരു കാര്യം പറയാൻ വന്നതാ. പക്ഷെ പഠിക്കുന്ന സ്ഥിതിക്ക് ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പഠിച്ചോട്ടാ. ആ പോവല്ലേ, ഞാൻ പിന്നെ പഠിച്ചോളാം. അപ്പച്ചി പറ. അല്ല, നീ ഫ്രീ ആണോ? ആ ഫ്രീയാ, പറഞ്ഞോ. അതെ, ഫ്രീ ആണെങ്കിൽ നമുക്ക് ഇന്ന് വൈകിട്ടേ ഒന്ന് വെളിയിൽ പോയാലോ? ഓക്കെ, റെഡി. അപ്പൊ നിനക്ക് എവിടെയാ പോകുന്നോന്നൊന്നും അറിയണ്ടേ? ഓ, എന്തിനറിയണത്? പുറത്ത് പോയാ പോരെ. അങ്ങനെ വെറുതെ പോകാനല്ല പെണ്ണേ. കണ്ണൻ 1-2 ഡ്രസ്സ് എടുക്കണമെന്ന് കുറച്ചായി വിചാരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് അതുകൊണ്ട് അങ്ങ് മടിച്ചു. ഇപ്പൊ നീ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ നമുക്കൊന്ന് പോയിട്ട് വരാം. നമുക്ക് പോവാം. നമുക്ക് പോയിട്ട് അടിച്ചു പൊളിക്കാം. 2 ഡ്രസ്സ് എടുക്കുന്നതിന് എന്തിനാ അടിച്ചു പൊളിക്കുന്നത്? എന്റെ പൊന്നപ്പച്ചി, ഇവിടെ വന്നതിന് ശേഷം ഞാൻ പുറത്തോട്ടൊന്നും പോയിട്ടില്ലല്ലോ. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് മുതലാക്കണ്ടേ. അത് ശരിയാ. ഇപ്പൊ എന്റെ മോള് പഠിച്ചോ, നമുക്ക് വൈകിട്ട് പോകട്ടെ. ആ പോവല്ലേ, അവിടെ നിക്ക്. ഇവിടെ വാ, ഇവിടെ പഠിക്കാനൊന്നും തിന്നാൻ എന്തെങ്കിലും ആണോ? തിന്നാനൊന്നും അല്ല. പിന്നെ തിന്നാനായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തിന്നേനെ. ഇതൊക്കെ ഉണ്ടോ നിന്റെ കയ്യില്? ഒരു മിനിറ്റ്. അപ്പച്ചി സ്റ്റഡി ആയിട്ടിരുന്നേ. അപ്പച്ചി ഹാർട്ടൊന്നും ഇല്ലേ? ഒറ്റ കുത്തി ഞാൻ അങ്ങോട്ട് തരും കേട്ടോ. അല്ലേലും ഇവിടെ ഉള്ളവരെല്ലാരും എനിക്ക് ഹൃദയം എന്നാ പറഞ്ഞു. ആ അപ്പച്ചിക്ക് ഹാർട്ട് ഉണ്ട്. എനിക്കറിയാം. അപ്പച്ചി ഇനി ശ്വാസം ഇങ്ങനെ വലിച്ചിങ്ങനെ വിട്ടേ. എന്റെ ഇടയ്ക്ക് കൂടെ കോട്ട് വേടല്ലേ? ആ മര്യാദക്ക്. ഓ ഡോക്ടർ. അപ്പച്ചി ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ, ശ്വാസം വലിച്ചു വിട് മര്യാദക്ക്. നീ സീരിയസ് ആയിരുന്നു? ഞാൻ കുഞ്ഞിലത്തെ പോലെ കളിക്കാൻ വരുമായിരിക്കും. പിന്നെ ഒന്നും കൂടി. ശ്വാസം അങ്ങോട്ട് വലിക്കപ്പച്ചി. അപ്പച്ചി ചുമ ഉണ്ടായിരുന്നോ? ചുമ ഇപ്പൊ ഇല്ലടി, പക്ഷെ കഴിഞ്ഞ ആഴ്ച എനിക്ക് ചുമ ഉണ്ടായിരുന്നു. ആ അപ്പച്ചിക്ക് നല്ല കഫക്കെട്ടുണ്ട്. ആണോ? ആ പിന്നെ ശ്വാസം മുട്ടലിന്റെ എന്തൊക്കെയോ ലക്ഷണം കാണുന്നുണ്ട്. ആണോ? ആസ്മയാണെന്നാ തോന്നുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇവിടെ കടത്തുമല്ലോ. ഓ ഇതൊക്കെ വല്ലതും പഠിച്ചിട്ടാണോ? അപ്പച്ചി നിക്കപ്പച്ചി ആസ്മയാ പോലും. ഇത് എന്ത് ബഹളവാ പിള്ളേരെ? അമ്മ എന്താ ഇവിടെ കിടക്കുന്നേ? എനിക്ക് നല്ല സുഖം തോന്നുന്നില്ലടി. അയ്യോ സുഖമില്ലേ? കൈ കാണിച്ചേ. അയ്യോ രക്തമൊന്നും അച്ഛമ്മ രക്തമൊന്നും ഇല്ലല്ലോ. അച്ഛമ്മക്ക് തലകറക്കം വല്ലതും ഉണ്ടോ? ആ തല കറങ്ങിട്ടടി വന്ന് കിടന്ന് നിന്നോടാര് പറഞ്ഞു? അല്ല എന്നോടാരും പറഞ്ഞില്ല, ഞാൻ അച്ഛമ്മയോട് ചോദിച്ചതാ. ഒരാഴ്ചയായിട്ട് എനിക്ക് തലകറക്കവും ദേഹവേദനയൊക്കെ ഉണ്ട്. അതിപ്പോ എനിക്കുണ്ട്. നീ എന്ത് ചെയ്തിട്ടടി നിനക്ക് ദേഹം വേദന? അച്ഛമ്മ പ്രഷർ അത്യാവശ്യമായിട്ട് ചെക്ക് ചെയ്യണം. പക്ഷെ എന്റെ BP അപ്പാരറ്റസ് ഇല്ല. എനിക്ക് പ്രഷർ വരാൻ വഴിയില്ലടി മക്കളെ. അച്ഛമ്മ പ്രഷർ ഇങ്ങനെ പനി വരുന്ന പോലെ വന്നു പോണ സാധനമൊന്നും അല്ല, നമ്മുടെ ബോഡിയിൽ തന്നെ ഡെവലപ്പ് ആവുന്നതാ. എടി എങ്ങനെയാണെങ്കിലും അമ്മയ്ക്ക് വരാൻ സാധ്യതയില്ല. കാരണം അമ്മ ബാക്കിയുള്ളവർക്കല്ലേ പ്രഷർ കൊടുക്കാറ്. ഞാൻ 2 പേരോടുമായിട്ട് ഒരു കാര്യം പറയാം. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള എല്ലാവരും രോഗികളാവും. ആഹാ, അതെങ്ങനെയാണാവോ? അപ്പച്ചി അച്ഛമ്മയ്ക്ക് ചിലപ്പോ പ്രഷർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൂപ്പന് കൊളസ്ട്രോളോ ഷുഗറോ എന്തെങ്കിലും കാണാണ്ടിരിക്കില്ലല്ലോ. ഓരാത്തേന് അപ്പച്ചിക്ക് വരെ കൊളസ്ട്രോൾ കാണും. അവക്ക് കൊളസ്ട്രോൾ വരാൻ വഴിയില്ലടി മക്കളെ. കൊക്കപ്പുഴ കാണും, വലിച്ചു വാരി തിന്നുന്ന കണ്ടിട്ടില്ലേ? അമ്മേനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓമനിച്ച് താലോലിച്ച് വളർത്തുന്ന എന്റെ കൊക്കോപ്പുഴുകളെ ഒന്നും പറയരുതെന്ന്. ഞാൻ എന്തെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ട് പറയുമ്പോ 2 പേരും കൂടി കോമഡി കാണിച്ചിട്ട് അളവാക്കണം. ഞങ്ങളിപ്പോ എന്ത് വേണമെന്നാ പറയുന്നത്? പറ. ലൈഫ് സ്റ്റൈൽ മാറ്റണം. ബെസ്റ്റ്. ലൈഫിൽ ഒരു സ്റ്റൈലും ഇല്ലാത്ത മനുഷ്യന്മാരോട് ലൈഫ് സ്റ്റൈലും മാറ്റാൻ പറയുന്നത്. അപ്പച്ചി നിങ്ങൾ എല്ലാവരും രാവിലെ എണീറ്റ് നടക്കണം, ഫുഡ് കൺട്രോൾ ചെയ്യണം, പിന്നെ റെഗുലർ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് വേണം. എന്റെ പൊന്നെ, എന്റെ പ്രഷർ ചെറുതായിട്ട് കൂടി തുടങ്ങിയടി. പുതിയ ഇൻഹോം ഡോക്ടർ ഇൻചാർജ്. എനിക്ക് കൊളസ്ട്രോളും അമ്മേ. അച്ഛമ്മ എന്റെ പൊന്നു മോളെ, ഞാനേ നിന്നെ പഠിക്കാൻ വിട്ടപ്പോഴേ പറഞ്ഞായിരുന്നു നിന്നെ ഈ സബ്ജക്ട് പഠിക്കാൻ വിടരുതെന്ന്. ഇപ്പൊ എന്തായി? വീട്ടിലുള്ളവരെ എല്ലാം നീ രോഗികളാക്കി. ഞാൻ എല്ലാരും നന്മയ്ക്ക് വേണ്ടിട്ടല്ലേ. നിന്റെ നന്മ വരെ ഇനി ഇവിടെ പ്രവർത്തിക്കരുത് കേട്ടോ. അപ്പച്ചിയേ എന്തോ ഞാനുമുണ്ട്, ശീലമുണ്ട്. ശീലപ്പന്റെ പേരെന്ത്? എന്ത് ഇവിടെ എന്ത് എന്ത്? മുരിങ്ങാക്കൊല പറ. മക്കളടുത്ത് പറഞ്ഞിട്ടില്ലേ മോട്ടോർ ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യണമെന്ന്? വെള്ളം കളയണണ്ട. കേട്ടില്ല അച്ഛമ്മ. ഓഫ് ചെയ്യോ? എന്താ രാവിലെ തന്നെ തണുത്ത വെള്ളത്തിൽ കുളിച്ച് പനി വന്നാ? ഇല്ല മക്കളെ, ജലദോഷം. വെള്ളത്തിൽ കടന്നാ ജലദോഷം വരുമല്ലേ വല്യമ്മ? കൊച്ചു മിടുകെ, എല്ലാം അറിയാം. അച്ഛാ എന്താ തെരയുന്നേ? ഒരു ഷർട്ട് വെച്ചിരുന്നു മക്കളെ, കാണുന്നില്ല. അതേതെങ്കിലും ഷർട്ട് ഇട്ടാ പോരെ? അങ്ങനെ പറ്റൂല മക്കളെ.
ക്ലിനിക്കിൽ ഒരുപാട് മൃഗങ്ങൾ പറഞ്ഞല്ലേ, അപ്പൊ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ പരിശോധിക്കുമ്പം അവരുടെ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഡ്രസ്സുകളെ നമ്മൾ ഇടാവും. അതാണ്. അപ്പൊ ഇവിടുന്ന് ഇട്ടോണ്ട് പോയാ പോരെ? ഇവിടെ നിന്ന് ഇട്ടോണ്ട് പോയാ പറ്റൂല, അവിടെ പോയിട്ട് അച്ഛ ഇട്ടോളാം. കിട്ടി. അച്ഛാ, ഈ കുയില് കാക്കയുടെ കൂട്ടിലെ മുട്ടയിടുന്നെന്ന് പറയുന്നത് സത്യമാണോ? പിന്നെ സത്യമല്ലേ. അപ്പൊ കുയില് കാക്കയെ പറ്റിക്കാണല്ലേ? പറ്റിക്കല്ല മക്കളെ, പാവം കുയിലുകളല്ലേ, പാട്ടുപാടാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോവാണ്ട്. അപ്പം മുട്ട നോക്കാൻ ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ടാണ് കുയില് കാക്കയുടെ കൂട്ടി മുട്ട ഇടണേ. രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കാതിരിക്കണേ. ക്ലിനിക്കിൽ പോയിട്ട് വരാമേ കേട്ടാ.